ഹായ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ സർക്കിൾ എന്ന് പറഞ്ഞ ചാപ്റ്റർ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് നമ്മൾ സർക്കിൾസിന്റെ നമ്മൾ പഠിച്ച പ്രോപ്പർട്ടീസുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യുകയാണ്. നമ്മുടെ SCRT ടെക്സ്റ്റ് ബുക്ക് പേജ് നമ്പർ 54 കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 4 വരാം. എന്താണ് ക്വസ്റ്റ്യൻ നമ്പർ 4 പറയുന്നത് നോക്കാം. എ റോഡ് bent into an angle is placed with its corner at the center of a circle and it is found that 1/10 of the circle lies within it. If it is placed with its corner on another circle, what part of the circle would be within it? എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റോഡ്, ഒരു കമ്പി, അത് നമ്മൾ വളച്ചു, ഒരു കമ്പി വളച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ആംഗിൾ ഫോം ചെയ്തു. എന്നുവെച്ചാൽ അതാണ് ഈ സംഭവം. ഇത് തന്നെയാണിത്, ഇതിലൊരു മാറ്റവും ഇല്ല. അപ്പൊ ഫിക്സഡ് ആംഗിൾ ആണ്, അത് ചേഞ്ച് ചെയ്യുന്നില്ല. ആദ്യം ഫസ്റ്റ് സർക്കിളിന്റെ സെന്ററിലാണ് അത് വെച്ചത്. ഓക്കെ, ഫസ്റ്റ് സർക്കിളിന്റെ സെന്ററിൽ വെച്ചപ്പോ ആ സർക്കിളിന്റെ 1/10 പാർട്ട് ഇതിനകത്ത് കവറായി. ഓക്കെ, ഇതേ സംഭവം, ഇതേ റോഡ് ബെൻഡ് ചെയ്തത് അതിന്റെ കോർണർ അടുത്തൊരു സർക്കിൾ, സൈസിന്റെ വ്യത്യാസം ഒന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമൊന്നുമില്ല, എത്ര പാർട്ട് എന്നാ. അപ്പൊ നമുക്ക് ആ റേഷ്യോ അല്ലെങ്കിൽ ആ ഫ്രാക്ഷൻ ആണ്. അപ്പം ലെങ്തിന് ഇമ്പോർട്ടൻസ് ഒന്നുമില്ല, എത്ര ഫ്രാക്ഷൻ ആണുള്ളത് കാണിക്കേണ്ടത്. അത് സർക്കിളിലെ ഒരു പോയിന്റിൽ വെച്ചു. ഇപ്പൊ എന്താണ്, ഇത്രയും പാർട്ട്, സർക്കിളിന്റെ ഇത്രയും പാർട്ട് കവറായി. ഇത് ആ സർക്കിളിന്റെ, ആ ടോട്ടൽ സർക്കിളിന്റെ എത്ര പാർട്ടാണെന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. ഇത് വളരെ സിമ്പിൾ ആയിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞുകൊണ്ട കാര്യമേ ഉള്ളൂ. നമുക്ക് രണ്ട് രീതി ചെയ്യാം. ഒന്നെങ്കിൽ ആംഗിൾ കണ്ടുപിടിച്ച് ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു ലോജിക്കൽ മെത്തേഡ് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കിയാലോ ആൻസർ കിട്ടുന്നതേ ഉള്ളൂ. ആദ്യം ആംഗിൾ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. അപ്പൊ നിങ്ങൾ നോക്കി, ഈ പറഞ്ഞിരിക്കുന്ന ടോട്ടൽ സർക്കിളിന്റെ 1/10 ആണ് ഈ ആർക്ക്, അല്ലെങ്കിൽ ഈ ഒരു ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ 10 ഈക്വൽ പാർട്സ് ആക്കുന്നതിനകത്ത് ഒരു പാർട്ട് അടിക്കത്തില്ല ഈ സർക്കിളിന്റെ എന്ന് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ആംഗിളും ടോട്ടൽ ആംഗിളിന്റെ എത്രയായിരിക്കും, 1/10 അല്ലേ. ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് എത്രയാ, 360 അല്ലയോ. അപ്പൊ ഈ ആംഗിൾ എത്രയായിരിക്കും, 1/10 ഇൻറ്റു 360 ആണോ, ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും, 36 ഡിഗ്രി എന്ന് കിട്ടും. അപ്പൊ 36 ഡിഗ്രി ആണ് ഈ ആംഗിൾ. ഓക്കെ ആണല്ലോ, പിടി കിട്ടുന്നുണ്ടോ? ഇത് 36 ഡിഗ്രി ആണെങ്കിൽ ഇവിടെയും എത്ര തന്നെയായിരിക്കും, 36 ഡിഗ്രി ആയിരിക്കത്തില്ലേ? പിടി കിട്ടുന്നുണ്ടോ? കാര്യം എന്താ, ഈ ബെൻഡ് ചെയ്ത ആ റോഡ് മാറുന്നില്ല, ചേഞ്ച് ചെയ്യുന്നില്ല, സർക്കിളിന്റെ വെക്കുന്ന പൊസിഷൻസ് മാത്രമേ മാറുന്നുള്ളൂ. അപ്പൊ ഈ 36 ഡിഗ്രി ഉള്ള സംഭവം അതേപോലെ എടുത്ത് ഇവിടെ വെച്ചു. ഓക്കെ, അപ്പൊ നോക്കുകയാണെങ്കിൽ ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള ഈ ആർക്ക് ഒരു ആംഗിൾ ആയിട്ട് 36 വന്നു. എങ്കിൽ ഈ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ നമുക്ക് കണ്ടുപിടിച്ചൂടെ? അതെങ്ങനെ കണ്ടുപിടിക്കുന്നേ? നമ്മള് പഠിച്ചിട്ടുണ്ട്, ഇത് 36 ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ എത്രയായിരിക്കും, ഇതിന്റെ ടോയ്സ് ആയിരിക്കണ്ടേ. 36 ഡിഗ്രി ആണെങ്കിൽ ഇതിന്റെ ടോയ്സ് ആയിരിക്കും ഇത്. അപ്പൊ ഇത് 36 ആണെങ്കിൽ എത്രയായിരിക്കും, 36 ഇൻറ്റു 2 ഇസ് ഈക്വൽ ടു 72 ഡിഗ്രി എന്ന് കിട്ടും. അപ്പം ഈ ആംഗിൾ എത്രയാണ്, 72 ഡിഗ്രി. ഓക്കെ ആണോ? അപ്പം നമുക്ക് എങ്ങനെ ചിന്തിക്കാം. അപ്പം 72 ഡിഗ്രി ആണെങ്കിൽ ഇത് ആകെയുള്ളതിന്റെ എത്ര പാർട്ടാണ് ഇതിൽ കണ്ടുപിടിക്കേണ്ടത്. അപ്പം ആകെയുള്ള 360 ഡിഗ്രിയിൽ ഇത് എത്ര പാർട്ട് വന്നിട്ടുണ്ട്, 72 ഡിഗ്രി അല്ലയോ. അപ്പൊ നമ്മുടെ റിക്വയർഡ് പാർട്ട് എന്ന് പറയുന്നത് എത്രയായിരിക്കും, അതായത് ഇവിടെ നമുക്ക് 36 എന്ന് പറഞ്ഞാൽ 1/10 പാർട്ടായിട്ടല്ലേ വന്നത്. അതായത് 360യുടെ 1/10 ആണ് 36. അപ്പൊ 360യുടെ എത്ര പാർട്ടാണ് 72 എന്ന് കണ്ടുപിടിക്കണം. അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കും, 72 ഡിവൈഡ് ബൈ 360. ഓക്കെ ആണല്ലോ. ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 72 ഇൻറ്റു 5 ആണ് 360. അപ്പൊ 1/5 എന്ന് കിട്ടും. എന്ത് കിട്ടും, 1/5 വെച്ച് കഴിഞ്ഞാല് ഇത് എത്ര പാർട്ട് കവർ ചെയ്യും, 1/5 പാർട്ട് എന്ന് വെച്ചാൽ ഇതിന്റെ ടോയ്സ് ആയിരിക്കും നമുക്ക് അവിടെ കവർ ചെയ്യുന്നത്. ഓക്കെ, ഒന്നുകിൽ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം. ഓക്കെ ആണല്ലോ. ജസ്റ്റ് അല്ലെങ്കിൽ നമ്മൾ ഇനി ആംഗിൾ കണ്ടുപിടിക്കുന്നില്ല എന്നിരിക്കട്ടെ, മറ്റൊരു രീതിയിൽ പറയാം. അപ്പൊ അങ്ങനെ നോക്കുവാണെങ്കിൽ ഇതിന്റെ റിക്വയർഡ് ആംഗിൾ എത്രയാ, റിക്വയർഡ് പാർട്ട് എത്രയാ. അപ്പം ഈ ആംഗിൾ ഇവിടെയാണ്, സർക്കിൾ ഒരു പോയിന്റ് ആണ് പ്ലേസ് ചെയ്യുന്നതെങ്കിൽ കവർ ചെയ്യുന്ന ആ പാർട്ട് എന്ന് പറയുന്നത് എത്രയായിരിക്കും, ആ ടോട്ടൽ സർക്കിളിന്റെ 1/5 പാർട്ട്. ഇവിടെ കവർ ചെയ്തതിന്റെ ടോയ്സ് ആയിരിക്കും അവിടെ കവർ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ നമ്മൾ മറ്റൊരു രീതി ചിന്തിക്കും. നമ്മൾ ആംഗിൾ കണ്ടുപിടിക്കുന്നില്ല, ഈ 36 ഒന്നും കണ്ടുപിടിക്കുന്നില്ല. മറ്റൊരു രീതി നിങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാല്, ഞാൻ സപ്പോസ് ഈ ആംഗിൾ എക്സ് എന്നങ്ങ് എടുത്തു. ഓക്കെ ആണല്ലോ. അപ്പം ഇതും എക്സ് തന്നെയല്ലേ. അപ്പൊ എക്സ് ഡിഗ്രി എന്ന് പറയുന്നത് 1/10 പാർട്ട് കവർ ചെയ്യുന്നു അല്ലെ. ഇത് എക്സ് ആണെങ്കിൽ ഇത് എത്രയായിരിക്കും, 2x ആയിരിക്കത്തില്ലയോ. അപ്പം
എക്സ് 1/10 പാർട്ട് കവർ ചെയ്യുവാണെങ്കിൽ 2x എന്ന് പറയുന്നത് എത്രയായിരിക്കും? അതിന്റെ ട്വൈസ് പാർട്ട് കവർ ചെയ്യത്തില്ലയോ? അപ്പൊ അങ്ങനെ ചെയ്യുവാണെങ്കിൽ, അപ്പൊ ഇത് ഞാൻ എനിക്ക് അറിയത്തില്ല, ആംഗിൾ എത്രയെന്ന് അറിയത്തില്ല, എനിക്ക് കണ്ടുപിടിക്കാം, പക്ഷെ ഞാൻ അങ്ങനെ കണ്ടുപിടിക്കുന്നില്ല. പകരം ഇത് എക്സ് എന്ന് പറഞ്ഞെടുത്തു. ഈ എക്സ് ഡിഗ്രി എന്ന് പറയുന്നത് ടോട്ടൽ സർക്കിളിന്റെ 1/10 പാർട്ട് കവർ ചെയ്യുന്നുണ്ട് എങ്കില്, അപ്പോ ഇവിടെ പ്ലേസ് ചെയ്താൽ ഇതും എക്സ് തന്നെയായിരിക്കും. ആ എക്സിന്റെ ട്വൈസ് ആയിരിക്കും ഇത് വരുന്നത്. കാര്യം എങ്ങനെയാ? കാര്യം സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് ഓൾട്ടർനേറ്റ് ആർക്കിലെ ആംഗിളിന്റെ ട്വൈസ് ആയിരിക്കും. ഇതാണ് സെൻട്രൽ ആംഗിൾ. ഇത് ഓൾട്ടർനേറ്റ് ആർക്കിലെ ആംഗിൾ ആയിട്ടാണ് ആ റോഡിന്റെ ഇടയ്ക്കുള്ള ആംഗിൾ വരുന്നത്. അപ്പം ഇത് എക്സ് ആയതുകൊണ്ട് ഇത് 2x. എക്സ് 1/10 പാർട്ട് കവർ ചെയ്യുന്നെങ്കിൽ 2x എന്ന് പറയുന്നത് എത്രയായിരിക്കും? എത്ര പാർട്ട് കവർ ചെയ്യും? ഇതിന്റെ ചോയ്സ് കവർ ചെയ്യും. ഞാൻ അപ്പൊ റിക്വയർഡ് പാർട്ട് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 1/10 ചോയ്സ്. അപ്പൊ 2 × 1/10 ഇറ്റ് ഈക്വൽ ടു എത്ര കിട്ടും? 1/5 എന്ന് കിട്ടും. ഇതിലൂടെ ക്യാൻസൽ ചെയ്ത് 1/5. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നമ്മൾ ആ 2x അല്ലയോ എന്ന് വെച്ചാൽ ഇതിനെ നമ്മൾ വീണ്ടും നേരെ ഒന്ന് അടുക്കൂടെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതാണ്ട് ഇവിടെ ഒരു എക്സ് വരും, ഇവിടെ ഒരു എക്സ്. ഈ എക്സ് എത്ര പാർട്ട് കവർ ചെയ്യും? 1/10. അപ്പൊ ഇവിടെ ഇത്രയും ലെങ്ത് വെച്ചാൽ 1/10 പാർട്ട്. അടുത്ത ഈ എക്സോ അതും 1/10 തന്നെ കവർ ചെയ്യും അല്ലെ? 1/10 × 2 അല്ലെങ്കിൽ 1/10 പ്ലസ് 1/10 അതാണ് 2/10 അല്ലെങ്കിൽ വിച്ച് ഈസ് ഈക്വൽ ടു 1/5. ഓക്കെ, അപ്പൊ എങ്ങനെ നോക്കിയാലും നമുക്കെന്ന് പറയുന്നത് ഇവിടെ പ്ലേസ് സെന്ററിൽ പ്ലേസ് ചെയ്തത് നേരെ എന്ത് ചെയ്യുന്നുണ്ട്? ആ സർക്കിളിൽ ഒരു പോയിന്റിലേക്ക് മാറ്റുമ്പോൾ നേരെ ഇതിന്റെ ചോയ്സ് ആയിരിക്കും. ആ ടോട്ടൽ സർക്കിളിന്റെ ചോയ്സ് പാർട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പൊ ഇവിടെ എത്ര പാർട്ട് കവർ ചെയ്തോ അതിന്റെ ചോയ്സ് പാർട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ കവർ ചെയ്യും. ഓക്കെ ആണല്ലോ? ക്ലിയർ ആയല്ലോ? ഇത് ജസ്റ്റ് ഒന്ന് സ്റ്റെപ്പ് എഴുതി ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് നോക്കി കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ ആൻസർ. ഓക്കെ, 5th ക്വസ്റ്റ്യനിലേക്ക് വരുവാണെങ്കിൽ എന്താണ് 5th ക്വസ്റ്റ്യൻ പറയുന്നത്? ഇൻ ദ പിക്ചർ O is the center of the circle and A, B, C are points on it. Prove that angle OAC plus angle ABC equal to 90 degree. OAC എന്ന് ഇപ്പൊ O സെന്റർ ആയിട്ടുള്ള സർക്കിള്, ABC എന്ന് പറയുന്ന സർക്കിളിലെ പോയിന്റ്സ് ആണ്. O അതിന്റെ സെന്റർ ആയിരുന്നു. അപ്പം OAC എന്ന് പറയുന്ന ഈ ആംഗിളും ABC എന്ന് പറയുന്ന ഈ ആംഗിളും കൂടെ ആഡ് ചെയ്യുമ്പോൾ 90 ഡിഗ്രി കിട്ടും എന്ന് പ്രൂവ് ചെയ്യണം. ഓക്കെ, ഇതെങ്ങനെയാണ്? അപ്പൊ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഞാനൊരു കൺസ്ട്രക്ഷൻ നടത്തുകയാണ്. ആ ഓയും സിയും കൂടെ ഒന്ന് കണക്ട് ചെയ്യും. ഓയും സിയും കൂടെ ഒന്ന് കണക്ട് ചെയ്തു. അപ്പൊ നോക്കി ഇവിടെ ഒരു OAC അല്ലെങ്കിൽ AOC എന്ന് പറഞ്ഞ ട്രയാങ്കിൾ കിട്ടുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ ആംഗിൾ OAC ഞാൻ എക്സ് എന്ന് ചൂസ് ചെയ്യാം. ലെറ്റ് ആംഗിൾ OAC ഈക്വൽ ടു എക്സ്. എഴുതാനുള്ള ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഓൾജിബ്ര യൂസ് ചെയ്യുന്നത്. ആംഗിൾ OAC ഞാൻ എക്സ് എന്ന് എടുക്കുന്നു. ഓക്കെ, അപ്പം ഇൻ ട്രയാങ്കിൾ AOC എന്ന് പറയുന്നത് AOC എന്ന് പറയുന്ന ട്രയാങ്കിളില് OAയും OCയും ഈക്വൽ അല്ലേ? OA ഈക്വൽ ടു OC ആണ്. റീസൺ എന്താ? റേഡിയസുകളാണ്. ഓക്കെ ആണല്ലോ? OA ഈക്വൽ ടു OC അത് രണ്ടും എന്താണ്? റേഡിയസ് ആണ്. അപ്പൊ ഒരു ട്രയാങ്കിള് രണ്ട് സൈഡ്സ് ഈക്വൽ ആണെങ്കിൽ അതിന്റെ ട്രയാങ്കിളാ ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ഐസോസിലസ് ആണെങ്കിൽ അതിനകത്ത് ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആവണ്ടേ? അപ്പൊ ഈ ആംഗിളും ഈക്വൽ ആവണ്ടേ? ഇത് എക്സ് ആണെങ്കിൽ ഇതും എക്സ് തന്നെയല്ലേ നമ്മൾ എടുക്കേണ്ടത്? ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് എഴുതാം therefore ആംഗിൾ OCA ഈക്വൽ ടു ആംഗിൾ OAC. OCA എന്ന് പറയുന്ന ആംഗിളും OAC എന്ന് പറയുന്ന ആംഗിളും ഈക്വൽ ആണ്. ഇറ്റ് ഈസ് ഈക്വൽ ടു എക്സ്. കാര്യം എന്താ? OAC നമ്മൾ എക്സ് എന്ന് എടുത്തിട്ടുണ്ട്. അപ്പൊ OCAയും എത്ര തന്നെയായിരിക്കും? എക്സ് തന്നെയായിരിക്കും. ഓക്കെ, അപ്പൊ രണ്ട് ആംഗിൾ കിട്ടി. ഇനി മൂന്നാമത്തെ ആംഗിൾ ഏതാ? AOC അല്ലയോ? ആംഗിൾ AOC. ഈ ആംഗിൾ AOC എന്ന് പറയുന്നത് എങ്ങനെ നമുക്ക് കണ്ടെടുക്കാം? അതായത് ടോട്ടൽ ഒരു ട്രയാങ്കിളെ മൂന്ന് ആംഗിളിന്റെയും കൂടെ സം എന്ന് പറയുന്നത് 180 ആണ്. അതിൽ രണ്ടെണ്ണം അറിയാം. അടുത്തത് കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 180യിൽ നിന്നും എന്ത് ചെയ്താൽ മതി? ബാക്കി രണ്ടിന്റെയും കൂടെ സം കുറച്ചാൽ പോരെ. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ട് 180 കുറച്ചാൽ പോരെ. എന്ന് വെച്ചാൽ 180 മൈനസ് എക്സ് പ്ലസ് എക്സ്. ഓക്കെ ആണോ? ദാറ്റ് ഈസ് 180 മൈനസ് 2x ആയിരിക്കും ഏതിന്റെ മെഷർമെന്റ്? ആംഗിൾ AOCയുടെ മെഷർമെന്റ് 180 മൈനസ് 2x ആയിരിക്കും. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പൊ നമുക്ക് വേണ്ടുന്നത് ഈ ആംഗിളും ഇതുമാണ്, ABC ആണ്. ഇനി ആംഗിൾ ABC എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എടുക്കാം? ABC എങ്ങനെ എടുക്കാം? ഈ ABC എന്ന് പറയുന്ന ആംഗിൾ AOCയുടെ ഹാഫ് ആയിരിക്കത്തില്ലയോ? കാര്യം എന്താ? ഈ AOC എന്ന് പറയുന്ന ആംഗിൾ എന്ന് പറയുന്നത് AC എന്ന് പറയുന്ന ഈ ചെറിയ ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ ആണ്. ആ ആർക്ക് അതിന്റെ ഓൾട്ടർനേറ്റ് ആർക്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആംഗിൾ ആണ്
എ ബി സി. അപ്പം എ ബി സി ഇസ് ഈക്വൽ ടു ആംഗിൾ എ ഒ സി ബൈ 2. ഇവിടെ നമ്മൾ ആ റീസൺ എഴുതി കാണിക്കണം. എന്താണ്? The angle made by an arc at any point on its alternate arc is half of its central angle എന്നുള്ള റീസൺ ഇവിടെ എഴുതി കാണിക്കണം. ഓക്കെ, എന്നിട്ട് ആംഗിൾ എ ഒ സി എത്രയാ? 180 മൈനസ് 2x അല്ലേ? അപ്പൊ 180 മൈനസ് 2x ഹോൾ ഡിവൈഡ് ബൈ 2. ഡിവൈഡ് ചെയ്യണമെങ്കിൽ ഒന്നെങ്കിൽ 2 കോമൺ എടുക്കാം, ഇല്ലെങ്കിൽ ഓരോ ഇൻഡിവിജ്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് മാറ്റാം. 180 ബൈ 2 എന്ന് പറയുമ്പോൾ 90 മൈനസ് 2x ബൈ 2 എന്ന് പറയുമ്പോൾ x. 90 മൈനസ് x എന്ന ആംഗിൾ എ ബി സിയുടെ മെഷർമെന്റ് കിട്ടും. ആംഗിൾ എ ബി സി ഈക്വൽ ടു 90 മൈനസ് 2x. ഓക്കെ, ഇപ്പൊ അവർ പ്രൂവ് ചെയ്യാൻ ചോദിച്ചിരിക്കുന്നത് എന്തുവായിരുന്നു? ആംഗിൾ ഒ എ സി പ്ലസ് ആംഗിൾ എ ബി സി അല്ലയോ? അപ്പൊ നമ്മൾ അടുത്ത് എഴുതുന്നു ആംഗിൾ ഒ എ സി പ്ലസ് ആംഗിൾ എ ബി സി ഈക്വൽ ടു ഒ എ സി എത്രയായിരുന്നു? ഒ എ സി എന്ന് പറയുന്ന ആംഗിൾ എക്സ് ആയിരുന്നു, പ്ലസ് എ ബി സിയുടെ മെഷർമെന്റ് 90 മൈനസ് എക്സ്. എന്ത് സംഭവിക്കും? എക്സും മൈനസ് എക്സും കൂടെ ക്യാൻസൽ ആവും. റിസൾട്ട് എന്ത് കിട്ടും? 90 എന്ന് കിട്ടും. അപ്പം ആംഗിൾ ഒ എ സി പ്ലസ് ആംഗിൾ എ ബി സി ഈക്വൽ ടു നമുക്ക് എത്ര കിട്ടും? 90 ഡിഗ്രി. അതല്ലായിരുന്നു പ്രൂവ് ചെയ്യാൻ ചോദിച്ചിരുന്നത്. അപ്പം ആ ഒരു പറഞ്ഞ കാര്യം ക്ലിയർ ആയോ? ഓക്കെ, അപ്പം ഇന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് രണ്ടും നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. പിന്നെ തുടർന്നുള്ള ഭാഗങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.